ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ കൂടരഞ്ഞി സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിലെ തിരുനാൾ മഹോത്സവമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ പോയി അവിടെ എത്തി. അവിടുത്തെ വഴിയിലൊക്കെ കുറേ കാര്യങ്ങളുണ്ട്, കടകളും LED ബൾബ് തോരണങ്ങളൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് കാണാൻ തന്നെ. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗ്രൗണ്ടിലൊക്കെ കുറേ പേരുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ആദ്യം തന്നെ ചെന്ന വഴിയെ വേഗം പോയി കഴുന്നെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിചാരിച്ചു. എന്നാൽ പിന്നെ കഴുന്നെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ നിൽക്കാം, പിന്നെ നമ്മൾ ഒന്നും ചെയ്യാനില്ലല്ലോ, നമുക്ക് പ്രദക്ഷിണം ഇറങ്ങി കഴിയുന്നവരെ അവിടെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ വിചാരിച്ചു കഴുന്നെടുക്കാമെന്ന്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ അതിലൊക്കെ കയറി അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടു. അതാട്ടോ, നമ്മുടെ സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് പള്ളി ഉള്ളത്. സ്കൂൾ കോമ്പൗണ്ടിൻ്റെ അവിടെ കുറച്ച് അപ്പുറത്ത് തന്നെയാണ് പള്ളിയും. പള്ളീൻ്റെ ഉള്ളിലാണ് കഴുന്നെടുക്കുന്നത്. അവിടേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ പള്ളീൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് കഴുന്നെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക ഒരു ഇത് കണ്ടത്. ലൈറ്റൊക്കെ വെച്ചിട്ട് അവർ പ്രദക്ഷിണത്തിന് കൊണ്ടുപോകുന്ന രൂപത്തിൻ്റെയാണ് തോന്നുന്നു. അത് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. മുകളിൽ നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങളങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ വഴിയിൽ വെച്ച് അവിടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അങ്ങനെ അച്ഛൻ കുറച്ച് നേരം അവിടെ സംസാരിച്ചു തന്നു. ഞാനിതിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. മുകളിലോട്ട് പോവുക. എന്നിട്ട് അവിടെ കണ്ടോ രൂപക്കൂട് പോലത്തെ സംഭവം. അത് എന്താ വെച്ചാൽ നമ്മുടെ പ്രദക്ഷിണം ഇറങ്ങുമ്പോൾ അതിന് കൊണ്ടുപോകുന്നതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് നേരം വീഡിയോയും അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു. ഇതാണ് കേട്ടോ നമ്മുടെ പള്ളി, കൂടരഞ്ഞി സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ചാണ്. അപ്പം നമ്മളവിടെ അങ്ങനെ പള്ളിയിൽ എത്തി കഴുന്നെടുക്കുന്ന സ്ഥലത്തെത്തി. ഞങ്ങൾ കഴുന്നൊക്കെ എടുത്തു. കഴുന്നെടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. രണ്ടുപേരും ഞാനും അച്ഛനും എടുക്കുന്നത് കൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാനവിടെ പോയി ഇന്ന് പ്രസാദം വാങ്ങുകയാണ്. അവിടുത്തെ നമ്മുടെ അരിമണി അപ്പം ഉണ്ടല്ലോ അത്. അപ്പോൾ അത് നമ്മൾ വാങ്ങി അങ്ങനെ നമ്മളിനി എന്ത് ചെയ്യാണ്, കുറച്ച് നേരം അവിടുത്തെ വീഡിയോ ഒക്കെ അങ്ങനെ എടുത്തു, ഫോട്ടോ ഒക്കെ എടുത്തു, കുറച്ച് സെൽഫി ഞാനും എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് താഴെ അവിടെ പ്രദക്ഷിണം ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതിലും നല്ലത് നമുക്ക് താഴെ കടയിൽ കൂടെയൊക്കെ ഒന്ന് പോവാം, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ കടേൻ്റെ അതിൽ പോയി. ഗ്രൗണ്ടിലാണ് കേട്ടോ കട. നമുക്ക് ഗ്രൗണ്ട് ഉണ്ട് അവിടെ, കുറേ കടകളുണ്ട്. അപ്പോഴാണ് ഞാൻ അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇതേപോലെ ഈ സംഭവത്തിൽ കുട്ടികളിങ്ങനെ കയറി ചാടുന്നത് നല്ല രസമായിരുന്നു കേട്ടോ. ഒരു കൊച്ച് അതിൻ്റെ മുകളിൽ ഉരുണ്ടിങ്ങനെ വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു വീണു എന്നൊക്കെ വിചാരിച്ചു. ദൈവമേ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. വീണൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചെറിയ മക്കൾക്ക് കയറാനുള്ള സാധനമാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. മറ്റേ ചാടുന്ന സാധനമില്ലേ അത്, ബൗൺസിങ് എന്തോ ഒരു സംഭവം. പിന്നെ അങ്ങനെ പ്രദക്ഷിണം ഏകദേശം ഒരു 6 മണി 6:30 ആയപ്പോഴേക്കും പ്രദക്ഷിണത്തിൻ്റെ ഇത് തുടങ്ങി. ഇറങ്ങാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യം മുന്നിൽ പോകുന്ന വണ്ടിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ആ വണ്ടിയിലുള്ളൊരു രൂപക്കൂടാണ് കാണുന്നത്. അതിൽ നമ്മുടെ മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ണിയേശു ഉണ്ടോ തോന്നുന്നു, രൂപം ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ പ്രദക്ഷിണം ഇറങ്ങുന്ന കാഴ്ച. അവിടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടൊക്കെ, വണ്ടിയും ഇതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ അവിടെ പ്രദക്ഷിണം ഇറങ്ങുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ആ ചെണ്ടയൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് കേട്ടോ പ്രദക്ഷിണം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്.
അപ്പം അടുത്ത നമ്മുടെ രൂപ ഇറങ്ങിയിട്ടോ. അടുത്ത മാതാവിൻ്റെ രൂപമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എല്ലാ രൂപക്കൂടും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ തന്നെ മനസ്സിനൊക്കെ ഒരു എന്തോ നല്ലൊരു ഫീലാണ്. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല എന്താ പറയുക, പെരുന്നാളായിരുന്നു ഇപ്രാവശ്യത്തെ. വളരെ രസമുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി അച്ഛൻ്റെ പോകുമ്പോൾ അച്ഛൻ സെൽഫി ക്യാമറ എടുത്തിട്ട് വീഡിയോ എടുക്കുന്നത്. എങ്ങനെയുണ്ട്? രൂപക്കൂടെ വരുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി കൊടുത്താൽ കൈ കഴിച്ചിട്ട് അച്ഛൻ്റെ കൈ കൊടുത്തപ്പോൾ അച്ഛനെ സെൽഫി ക്യാമറ ആക്കി വീഡിയോ എടുക്കുന്നു. നല്ല അച്ഛൻ. ഞാനത് മാറ്റി കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ അതൊക്കെ വീഡിയോ എടുത്തു. പിന്നെ അവിടെ നല്ല ഇതായിരുന്നു, മറ്റേ എന്താ പറയുക, ബാൻഡിൻ്റെ ടീംസ് ഉണ്ടായിരുന്നു. അവരുടെ ബാൻഡ് ഇതുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേൾക്കാൻ. ഇത്രയേ ഉള്ളൂ കേട്ടോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അങ്ങനെ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി സാധാരണ ഞങ്ങൾ അങ്ങനെ അവിടെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ. ഈ പ്രദക്ഷിണം പോകുന്നതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി.